അസ്സലാമലൈക്കും. അസ്ഫർനിസ 27 എന്ന് പറഞ്ഞ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇത് ഒരു ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കൂടി എടുത്ത വീഡിയോ ആയിരുന്നു. ഞാൻ 2 വട്ടം വോയിസ് ഓവർ കൊടുത്തിട്ട് പിന്നെയും ഡിലീറ്റ് ചെയ്ത് പിന്നെയും വോയിസ് ഓവർ കൊടുത്ത് അങ്ങനെ ഇപ്പം ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായി പിന്നെ ഇതാ വോയിസ് ഓവർ കൊടുക്കുകയാണ് ഞാൻ. എന്നോ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. ഞായറാഴ്ച ദിവസമെങ്കിൽ ലീവ് ആയതുകൊണ്ട് അന്ന് ഭക്ഷണം ചോറും കറിയും എല്ലാം ഉണ്ടാക്കി ചിക്കൻ പൊരിച്ചതും പരിപ്പ് കറിയും ചോറും മോളൊക്കെ പറയണ്ടേ നല്ല രസമുണ്ട് ഉമ്മാന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ആങ്ങളേനെയും ഭാര്യേനെയും ഒക്കെ തൊട്ടടുത്തായതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ച് ഞായറാഴ്ച അവർക്ക് ഫുഡ് കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടിയും കഴിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അപ്പോൾ പിറ്റേന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ച് വെച്ച വീഡിയോ ആയിരുന്നു. പക്ഷേ എന്താ അറിയില്ല കഴിഞ്ഞത്. പിന്നെ തിങ്കളാഴ്ച രാവിലെ എനിക്ക് പിന്നെ എടവണ്ണപ്പാറ ഇമ്മ്യൂണി ക്ലിനിക്കിൽ പോകേണ്ടതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങി. അപ്പോൾ മക്കളെ ആങ്ങളൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണല്ലോ, അപ്പോൾ ഭേദമായിട്ടുണ്ട് എന്നാലും അതിന് ഫോളോ അപ്പിൽ പോകണം. അപ്പോൾ തിങ്കളും ചൊവ്വയും ഒക്കെ ഇങ്ങനെ കാണിക്കാൻ പോകേണ്ടതാണ്. കുട്ടികളെ ഞാൻ ജോലി ചെയ്യുന്നിടത്തേക്ക് കൂട്ടി പോകുന്നതാട്ടോ. ഓള് തിങ്കളാഴ്ച ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എടുത്തിട്ട് വേണം ചൊവ്വാഴ്ച ക്യാൻസറിൻ്റെ അവിടെ OP പോയി കാണിക്കാൻ. അപ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോയിരുന്നത്. അപ്പോൾ ജോലിക്ക് പോണ മുതുവല്ലൂരിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന ആ സ്ഥലത്തുള്ളത് കാഴ്ച കേട്ടത്. ഇപ്പോൾ ഞാനിതാ 2 ദിവസമായിട്ട് അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ ഊഞ്ഞാലാടുന്ന പോലത്തെ ഈ സാധനം കെട്ടി വെച്ചിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ മദ്രസ പോകാൻ തുടങ്ങിയതുകൊണ്ട് ചിലപ്പം കുട്ടികളൊക്കെ അതിൻ്റെ മുകളിൽ ഇരുന്ന് ആടിയുണ്ടാവും. എൻ്റെ മോള് ചെയ്യുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഊഞ്ഞാലിൽ ആടിയിട്ട് പിന്നെ കെട്ടി വെച്ചിരുന്നു അവിടെ. ഞാൻ ഈ വീഡിയോ അതിലേ നടന്ന് വരുമ്പോൾ നേരം ഉണ്ടാവില്ല. ജോലിക്ക് പോരുന്നതാണ്, പക്ഷേ വീഡിയോ എടുക്കാനൊന്നും നേരമില്ല. അന്ന് എന്തായാലും കുറച്ച് സമയം അതിൽ കളിച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ വിട്ടുകൊടുത്തത്. നല്ല രസം. കുറേ ആ കയറ് പിടിച്ച് തൂങ്ങൊക്കെ നോക്കി. പിന്നെയും ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു പാട്ടിന് ഷോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓളോട് ഇങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ രണ്ടാൾക്കും അഭിനയിക്കുമ്പോഴത്തേക്ക് കുറവാവുക. പിന്നെ ചിരിക്കുകയാണ് ഓള് അത് അഭിനയിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ചെറിയ മോൾ അപ്പോഴത്തേക്കും ബാക്കിലായിട്ടോ. അവളെന്തോ ഒരു ഇല ഇങ്ങനെ തൊട്ടപ്പോൾ അതിന് മുള്ളുണ്ടായിന്, കയ്യിലൊന്നായിട്ട് മുള്ളായി. അങ്ങനെ അവിടെ സ്റ്റെക്കായി ഓള്. അതാണ് ആ പിണക്കത്തിൻ്റെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിണങ്ങി കളിച്ചപ്പോൾ ഞാനൊരു പിണക്കത്തിൻ്റെ പിന്നാലെ നടന്നതിൽ ആ പാട്ടിൻ്റെ ഷോർട്സ് ഞാൻ അതിൽ ചെയ്തിട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് പിന്നെ ക്ലിനിക്കൊക്കെ പോയി. ക്ലിനിക്കിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനിടെ ഐഷക്കുട്ടീൻ്റെ കൈക്ക് മുള്ള് അരച്ച് അതൊക്കെ എടുത്തെടുത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്ലിനിക്ക് പോയി. ക്ലിനിക്കിൽ പിന്നെ ചാവിട്ട് തുറന്ന് അവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അതിൽ കുറേ കുട്ടികളിങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ ഷോർട്സൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലിനിക്കിലെ പണി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ പോയി. ഒരു ബേക്കറി കയറിയപ്പോൾ അവിടുന്ന് മക്കൾ പറഞ്ഞ് ജ്യൂസ് വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അത്രയുള്ള പൈസ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കുട്ടികൾ ഇത് ഉള്ള ലൈമും പപ്സും വാങ്ങിക്കൊടുത്തു. ഇത് വെച്ച് കഴിച്ചു. അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഒന്നിനും ബുദ്ധിമുട്ടാക്കി ഒന്നും ഉണ്ടായില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം സങ്കടം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കണ സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യം ഉണ്ടായി അവിടെ. ആ ഒരു മനുഷ്യൻ ഇതൊക്കെ കേട്ടിട്ട് മൂപ്പര് പറഞ്ഞു ഞാൻ കൊടുത്തിട്ട് കേട്ടോ, നിങ്ങളെ ബില്ല് നിങ്ങൾ കൊടുക്കണ്ടായിരുന്നു. 100 റുപ്യൊക്കെ ആയി ഉണ്ടാവും. 3 പപ്സും 3 ലൈമും. അൽഹംദുലില്ലാഹ് ആ ഒരു വ്യക്തിക്ക് നമ്മൾ ഏതാണ് ആ വ്യക്തി എന്ന് പോലും എനിക്കറിയില്ല. വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അങ്ങനെ ഒരാൾ വന്നുകൊണ്ട് പറയുന്നത്. അല്ലെങ്കിൽ ആ ആളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിനി. ഞങ്ങൾ തൊട്ടടുത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിനി. ഞാൻ എടുത്തില്ല. മറ്റുള്ളവരെ കുടുങ്ങാത്ത രീതിയിലാണ് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാറ്. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ, കണ്ണ് നിറഞ്ഞു പോയി അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ കൊടുത്തപ്പോൾ. ഭയങ്കര ഒരിത് ലാസ്റ്റ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. പപ്സും ലൈമും അങ്ങനെ എനിക്ക് പല അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. നമ്മൾ വിചാരിക്കാതെ മറ്റുള്ളവർ സഹായിക്കുന്ന അവസ്ഥ. ഏതായാലും 2 വീഡിയോ ഞാൻ കട്ട് ചെയ്തൊരു വീഡിയോ ആക്കിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു വീഡിയോ
ഇടണ്ടേ വിചാരിച്ചിട്ട് ഇങ്ങനെ 5 മിനിറ്റ് വീഡിയോ എനിക്ക് ചെയ്തിടാൻ കഴിയുന്നത് 8 മിനിറ്റ് ആക്കുമ്പോൾ അതിന് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളെ പുതിയ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരോടും ബായ്. അസ്സലാമു അലൈക്കും.